നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചൊവ്വ 5-ാം ഭാവത്തിൽ നിന്നാൽ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് ആണ് ഇന്ന് പഠിക്കുന്നത്. ഇന്നത് പഠിക്കുമ്പം ഇത് ചെയ്യാൻ നേരത്ത് ചൊവ്വയുടെ കാരകത്വത്തിലുള്ളൊരു വിഷയം വളരെ വിഷമത്തോടുകൂടി കേട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇന്ന് കാശ്മീരിൽ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് അതുണ്ടായത്. ഏകദേശം 30-ന് മുകളിൽ ആൾക്കാരുടെ മരണം ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്. കുറച്ച് കാലമായിട്ട് വളരെ കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആഭ്യന്തരപരമായിട്ട് ചാനലുകളിലും പൊളിറ്റീഷ്യൻസിൻ്റെ ഇടയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശ്രദ്ധ വളർത്തലും പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളും ജാതിയും മതവും എക്കാലം ഉണ്ടായതിന് ഉപയോഗിച്ച് അവരന്നം കഴിക്കുന്നു എന്നുള്ളതിനപ്പുറമായിട്ട്, അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങൾ കൊയ്യുന്നു എന്നുള്ളതിനപ്പുറമായിട്ട് കുറച്ച് കാലമായിട്ട് സാധുജനങ്ങളെ, സാധാരണ മനുഷ്യരുടെ സ്വസ്ഥതയെയും സമാധാനത്തിനെയും കളയുന്ന പ്രശ്നങ്ങളില്ലാതെ ഇരിക്കുകയായിരുന്നു. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും പുരോഗതിയെക്കുറിച്ചും സയൻറ്റിഫിക് ടെമ്പറിനെക്കുറിച്ചും സ്പിരിച്വാലിറ്റിയെക്കുറിച്ചും നന്മയെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴും എത്രയൊക്കെ രാജ്യം പുരോഗതിയിലേക്ക് എത്തിയാലും നന്മയുണ്ടായാലും സമാധാനമുണ്ടായാലും എല്ലാ മതങ്ങളും ഒരേപോലെ ചേർന്ന് പോയാലും സയൻറ്റിഫിക് ടെമ്പറിൽ ഉള്ള ആൾക്കാരെല്ലാവരും ഒരേപോലെ അവരുടേതായ രീതികൾ ചെയ്യുകയും ഒരുപക്ഷെ ചന്ദ്രനിലോ ചൊവ്വയിലോ ഒക്കെ മനുഷ്യൻ നാളെ പാർപ്പിട സൗകര്യം ഉണ്ടാക്കിയാലുമൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒറ്റ ദിവസം മതി സർവ്വസമാധാനങ്ങളും കളയുന്ന ഇതുപോലുള്ള അക്രമങ്ങൾ. വളരെ സങ്കടമുണ്ട് കേൾക്കുമ്പോൾ. നമുക്കതിൻ്റെ ഒരു കാലഹോര പഠനം, അത് നടന്ന സമയത്തെയും അതിന് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഞാനങ്ങനെ ചർച്ചയ്ക്ക് എടുക്കാറില്ല, വെറുതെ അതിനൊരു ഇത് വേണ്ടാന്ന് വെച്ചിട്ട്. പക്ഷേ ഇത് വളരെ വേദനയുള്ളത് കൊണ്ട് തന്നെ ഇതിനെ ഗ്രഹസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇതിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. ഇത് ചിങ്ങൻ രാശി ഉദയ സമയത്ത് ഏകദേശം ഉച്ചയ്ക്ക് 2 മണിക്ക് ആണ് ഇത് നടന്നത്. 22/4/2025 ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം 2:30 മുമ്പായിട്ടാണ് ഇത് നടന്നത്. ആ സമയം ചിങ്ങൻ രാശി ഉദയ സമയമായിരുന്നു. അതോടൊപ്പം തന്നെ കാലഹോരാനാഥൻ എന്ന് പറയുന്നത്, അതിൻ്റെ ആ സമയത്തെ കാലഹോരാനാഥൻ ചൊവ്വയായിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു ഭാവി എന്ന് പറയുന്നത്, കാലഹോരാനാഥൻ ലഗ്നത്തിൻ്റെ 12-ൽ പോവുകയും ലഗ്നാധിപൻ ഉച്ചനായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. നാളെ, അതായത് 23-ാം തീയതി എന്ന് പറയുന്നത് 10-ാം ഉദയമാണ്. 365 ദിവസത്തിൽ രവിക്ക് ഏറ്റവും കൂടുതൽ ബലമുള്ള ദിവസമാണ് നാളെ. അതേപോലെ തന്നെ ഈ സമയം കാലഹോരാനാഥനായിരിക്കുന്ന ചൊവ്വ 12-ൽ നീചനായിട്ട് ബലമില്ലാതെയുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും രാജാവിൻ്റെ രാശിയായിട്ടുള്ള രവി ഉദയം നിന്ന സമയത്താണ് 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹമായ ചൊവ്വയുടെ കാരകത്വത്തിലുള്ള ഒരു കാര്യം അതിൻ്റെ കാലഹോര സമയത്ത് നടന്നത്. ചൊവ്വയ്ക്കിപ്പം ബലക്ഷയമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഇതിന് ശക്തമായൊരു തിരിച്ചടി ഉണ്ടാവും. എന്താണെന്ന് ചോദിച്ചാൽ, ലഗ്നത്തിന് ഉച്ചത്വവും കാലഹോരാനാഥൻ നീചനുമായി 12-ലുമാണ് നിൽക്കുന്നത്. നടന്ന യുദ്ധം, അതായത് അറ്റാക്ക് ചെയ്തത് സാധാരണക്കാരെയാണ്. നഷ്ടമുണ്ടാക്കിയത് ലഗ്നത്തിൻ്റെ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന നീചനായിട്ടുള്ള ഗ്രഹമാണ്. ഇതിന് ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും സാധു ജനങ്ങളുടെ മുകളിൽ ഇനിയും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കട്ടെ. സന്തോഷത്തിന് വേണ്ടി പോയതാണ്. ഇപ്പം മരിച്ച എല്ലാവരുടെയും കുടുംബത്തിൽ എന്ത് വിഷമമായിരിക്കും. അപ്പോൾ അവരുടെ കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഈ വിഷമത്തെ തരണം ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിച്ചവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് 5-ാം ഭാവത്തിൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. 5-ാം ഭാവം എന്ന് പറയുന്ന ഒരാളുടെ മനസ്സാണ് എന്ന് ഞാൻ പറഞ്ഞു. ആ സ്ഥാനത്ത് ചൊവ്വ നിന്നാൽ എങ്ങനെയായിരിക്കും? അതുകൊണ്ടാണ് ചൊവ്വ നിന്നാലുള്ള വിഷയം പറയാൻ നേരത്ത് നമുക്ക് നിമിത്തം പോലെ ഈ ഒരു സംഭവം നടന്നതും. അപ്പോൾ അതിനെ ഉപയോഗിക്കാം. ചൊവ്വ ഏറ്റവും മോശമായാൽ, 5-ൽ ചൊവ്വ മോശമായാൽ ഇതുപോലെ ആക്രമിക്കും. നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ പോലും ആക്രമിക്കുമ്പം എന്തുണ്ടെന്ന് പറഞ്ഞാലും ആ അക്രമ സ്വഭാവം കാരണം നമ്മുടെ ജീവിതത്തിൽ പരാജയം വരും. 12 രാശിയിൽ ഏറ്റവും മോശമായിട്ടുള്ള 2 രാശിയായിട്ട് എൻ്റെ പേഴ്സണൽ അനുഭവമായിട്ട് തോന്നിയ 2 രാശികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത്
കന്നിരാശിയാണ് രണ്ടാമത്തത്. മകരം രാശിയാണ്. കന്നിരാശിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കന്നിരാശി എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൽഫ് സെൻറ്റേഡ് ആയിരിക്കും. അവിടെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ബുധൻ ഉച്ചനാവുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ലഗ്നാധിപൻ ലഗ്നത്തിൽ തന്നെ ഉച്ചനാവുകയും അവിടെ 7ാം ഭാവത്തിൻ്റെ കാരകനായിരിക്കുന്ന ശുക്രൻ, 9ാം ഭാവാധിപനും കൂടിയായിരിക്കുന്ന ശുക്രൻ അവിടെ നീചനാവുകയും ചെയ്യുന്നു. 7ാം ഭാവത്തിൻ്റെ കാരകനായിരിക്കുന്ന ശുക്രൻ 9ാം ഭാവാധിപനും കൂടിയാണ്, സുഹൃത്ത് ഭാഗ്യഭാവാധിപൻ അവിടെ നീചനാവുകയും ചെയ്യുന്നു. വേറെ ഒരു ഗ്രഹങ്ങളും ആ രാശിയിൽ ഉച്ചനാവുന്നില്ല, ബുധൻ തന്നെയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ മകരം രാശിയുടെ 5ാം ഭാവാധിപനായിരിക്കുന്ന സ്ഥലം, മകരം രാശിയുടെ 5 എന്ന് പറയുന്നത് ടോറസ് ആണ്. ടോറസിൻ്റെ അധിപൻ ശുക്രനാണ്. അത് 9ൽ നീചനാവുക ചെയ്യുന്നത്. ഈ കന്നിരാശിയുടെയും 5ാം ഭാവത്തിൽ വ്യാഴം നീചനാവുക ചെയ്യുന്നത്. ബുധൻ ഉച്ചനാവുന്നിടത്ത് ഭൗതികതയുടെ ഗുരുവായിരിക്കുന്ന, ഗുരുത്വമായിരിക്കുന്ന, ബ്രാഹ്മണ ഗ്രഹമായിരിക്കുന്ന, ഋഷിയായിരിക്കുന്ന ശുക്രൻ നീചനാവുന്നു. ഇവിടെ മകരം രാശിയുടെ ലഗ്നമാവുന്ന സ്ഥലത്ത് ദൈവിക ഗ്രഹമായിരിക്കുന്ന വ്യാഴം നീചനാവുന്നു. മകരത്തിൽ വ്യാഴം നീചനാവുന്നു, കന്നിയിൽ ശുക്രൻ നീചനാവുന്നു. അപ്പോൾ ഈ 2 രാശികളിൽ ദൈവികത വളരെ ശക്തമായിട്ട് കുറഞ്ഞു നിൽക്കുന്ന 2 രാശിയാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇവർ ബാഹ്യ സ്വഭാവികളായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം ആൾക്കാരും വ്യാഴം ബലപ്പെട്ട് ഈ 2 ലഗ്നക്കാർക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ എഴുതി വെച്ചു, വളരെ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് മകരത്തിൽ ചൊവ്വ എവിടെയാണ് ബലം വരുന്നത്? വ്യാഴത്തിന് ബലം കുറയുന്ന സ്ഥലത്താണ്. വ്യാഴം ബലപ്പെടുന്നിടത്ത് ചൊവ്വ ബലം കുറയും, ചൊവ്വ ബലം കുറയുന്നിടത്ത് വ്യാഴം ബലം കൂടും. അപ്പോൾ ഇവരുടെ കാരകത്വങ്ങൾ തമ്മിലുള്ള അന്തരം ഒന്ന് നോക്കണം. ബുധന് ബലം കൂടുന്നിടത്ത് ശുക്രന് ബലം കുറയും, ശുക്രന് ബലം കൂടുന്നിടത്ത് ബുധന് ബലം കൂടും. ബുധൻ മാനിപ്പുലേറ്റീവ് ആണ്, കാണിക്കലേ ഉള്ളൂ. റൊമാൻസ് കാണിക്കലാണ് ബുധൻ. ശരിക്കുള്ള റൊമാൻസാണ് ശുക്രൻ. അതുപോലെ തന്നെ അഗ്രസീവ്നെസ് ആണ് തൻ്റെ പാർട്ട്ണർ, 5th ഹൗസ് കുജൻ എന്ന് പറയുന്നത് തൻ്റെ പാർട്ട്ണറോടുള്ള അഗ്രസീവായിട്ടുള്ള അടുപ്പാണ്, ഡിസയർ ഓറിയൻറ്റഡ് ആണ്. വ്യാഴം ആകുമ്പോൾ എങ്ങനെയാണ്? ചൊവ്വയുടെ ഓപ്പോസിറ്റാണ്. ഡിസയർ അല്ല, സ്നേഹമാണ്, ആ ഭക്തിയാണ്, ഡിവോഷനാണ്. ഞങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പറഞ്ഞത്. അതിൽ പ്രത്യേകിച്ച് കന്നിരാശിക്ക് വ്യാഴബന്ധമില്ലാതെ 5ാം ഭാവാധിപൻ ായിട്ടുള്ള വ്യാഴം നീചനാവുകയോ അല്ല 5ാം ഭാവാധിപനെ ശനി നീചനാവുകയും വ്യാഴത്തിന് ബലമില്ലാതെ ഇരിക്കുകയും ചെയ്തതിന് കന്നിരാശി ലഗ്നമായി വരുന്നവരെ നന്നായി ശ്രദ്ധിക്കണം. നിങ്ങൾ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ പോയാലും നന്നായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ മകരം രാശി ലഗ്നമാവുകയും അതിൽ 5ാം ഭാവാധിപനായി ശുക്രൻ നീചനായിട്ട് പോവുകയും ചെയ്താലും വ്യാഴം 2ലോ 6ലോ 8ലോ 12ലോ ഒക്കെയാണ് നിൽക്കുന്നതെങ്കിലും അവരെയും നന്നായി ശ്രദ്ധിക്കണം. ഒരുപാട് അനുഭവങ്ങളുണ്ട് പലരുടെയും കാര്യത്തിൽ. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 5ാം ഭാവം എന്ന് പറയുന്നത് നമ്മൾ എത്രയൊക്കെ പുറമേ കാണിച്ചാലും അതിനൊരു അടിത്തട്ടുണ്ട്. സമുദ്രം പോലെയാണ് 5ാം ഭാവം. നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെയൊക്കെ ഒരു ബിഹേവിയർ കാണിച്ചാലും എങ്ങനെയൊക്കെ ഇടപെട്ടാലും അതിനൊരു ഉൾത്തട്ടുണ്ട്. ആ മനസ്സിന് ഉള്ളിലേക്കൊരു ആഴമുണ്ട്. അവിടെ എന്താണെന്ന് അറിയാൻ പറ്റില്ല. പലപ്പോഴും പുറമേ എന്തൊക്കെ പ്രകടനങ്ങളുണ്ടായാലും ഉള്ളിൽ ശാന്തമാണെങ്കിൽ സ്വസ്ഥമായി പോകും. 5ാം ഭാവാധിപൻ എത്തിപ്പോവുക, നീചനായി പോവുക, വ്യാഴബലം വരാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സമുദ്രത്തിൻ്റെ പുറം എന്ന് പറയുന്ന പോലെ തന്നെ കാറ്റും കോളും തിരകളും തിരമാലകളും ഒക്കെ ആയിട്ട് വരുന്നത് പോലെ തന്നെ അയാളുടെ മനസ്സെപ്പോഴും പിടച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഉൾത്തട്ട് അടിഭാഗവും പിഴച്ചു പോവും. കേതു നിൽക്കുക, 5ാം ഭാവാധിപൻ നീചനാവുക, അതുപോലെ തന്നെ വ്യാഴം ബലമില്ലാതെ വരിക ഒക്കെ ആണെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസിയൊക്കെ കൂടും. ഒരാൾക്ക് സൂയിസൈഡ് ചെയ്യാനുള്ള സൂയിസൈഡ് ഹൊറോസ്കോപ്പുകൾ കുറച്ച് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ പഠനം നടത്തുമ്പോൾ ഈ 5ാം ഭാവത്തിൻ്റെ ഒരു ബലക്ഷയം ഇപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അവസരം വെച്ചിട്ട് ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കിനിയും ചൊവ്വയുടെ 5ാം ഭാവത്തിൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഈ മകരം രാശിയുടെയും കന്നി രാശിയുടെയും കാര്യം സാന്ദർഭികവശാൽ പറഞ്ഞതാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അത് വളരെ ഉപകാരപ്പെടുകയും ചെയ്യും. നമുക്കിനി മാർസ് 5th ഹൗസിൽ നിന്നാലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. എന്താണ് മാർസ് 5th ഹൗസിൽ നിന്നാലുള്ള പോസിറ്റീവായിട്ടുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത്? ഡൈനാമിക് ആയിട്ടുള്ളൊരു ട്രെയ്റ്റ്സ് അവർക്കുണ്ടാവും. ഡൈനാമിക് ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി അല്ലേ, ശരിക്കും വളരെ ഫാസ്റ്റായിട്ടുള്ള കാര്യമല്ലേ, എനർജി,
അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യാനുള്ള ഡ്രൈവ്, ക്രിയേറ്റീവായിട്ടുള്ള പേഴ്സ്യൂട്ട്സിന് വേണ്ടിയിട്ടുള്ള പാഷൻ. അത് ഞാൻ പറഞ്ഞില്ലേ, പാഷനും എനർജി ഇതെല്ലാം കൂടെ ചേർന്ന് വരും. വളരെ സ്ട്രോങ് ആണ്, സൈന്യാധിപനാണ്. ഫിഫ്ത്ത് ഹൗസിൽ ബലവാനായി നിൽക്കുന്ന കുജൻ ഭദ്രകാളിയെയോ അല്ലെങ്കിൽ ഉഗ്രദേവതയെയോ അല്ലെങ്കിൽ പുരുഷരാശിയിലാണെങ്കിൽ വീരഭദ്രനെയോ ഭൈരവനെയോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യസ്വാമി, കുജൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യസ്വാമിയോ, സുബ്രഹ്മണ്യസ്വാമി ഗുഹനെയോ ഒക്കെ ഉപാസിക്കാനുള്ള യോഗവും കൂടിയാണ്. അപ്പം അടിത്തട്ട് തളരാതിരിക്കാൻ വേണ്ടി 5-ൽ കുജൻ നിൽക്കുന്നവർ ഈ ദേവതകളെ ഉപാസിക്കുന്നത് ഗുരുമുഖത്ത് നിന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ആചാര്യരുടെ അടുത്ത് ചോദിച്ചിട്ട് ഗുരുമുഖത്ത് നിന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ ഈ ഇഷ്ടമുള്ള ഈ പറഞ്ഞ ദേവതകളിൽ ഏതെങ്കിലും ഒരു ദേവതയുടെ നാമം എടുത്ത് ജപിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരമാവുകയും ചെയ്യും. അപ്പം ഡൈനാമിക്കായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി ഇവരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. നമ്പർ 2, റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു നേച്ചർ ഇവരുടെ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. മാഴ്സ് ഇൻറ്റൻസിറ്റിയും അതുപോലെ തന്നെ ശക്തമായിട്ടുള്ളൊരു പാഷനും തരും. കടുത്ത പ്രണയമായിരിക്കും. കടുത്ത പ്രണയം എന്ന് പറയുന്നത് അഡ്വഞ്ചറായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കാണിക്കും. ഇവർക്ക് ശരിക്കും കുറച്ചൊരു ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ആൾക്കാരോടോ അല്ലെങ്കിൽ ഒരു ഫിസിക്കലി ഫിറ്റാകുന്ന കാര്യങ്ങളോടൊക്കെ ആയിരിക്കും കുറച്ച് താല്പര്യം, കുറച്ച് അഡ്വഞ്ചറിനോടൊക്കെ ആയിരിക്കും താല്പര്യം. റൊമാൻറ്റിക് റിലേഷൻഷിപ്പുകളിൽ പലപ്പോഴും ഇവർ എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് റൈഡിങ് വഴിയും അല്ലെങ്കിൽ റേസിങ് അല്ലെങ്കിൽ ജിം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അങ്ങനെ സ്പോർട്സ്, അത്ലറ്റിക്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോടൊക്കെ ഇവർക്കൊരു താല്പര്യം. അങ്ങനത്തെ ഒരു റൊമാൻറ്റിക് സ്റ്റൈലുമായിരിക്കും ഇവർക്കുള്ളത്. കുറച്ചൊരു അഗ്രസീവ് നേച്ചറായിരിക്കും ഇവർക്കുള്ളത്. ദേഷ്യമൊക്കെ കാണും, പക്ഷെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ദേഷ്യപ്പെടുന്നതാണ് സ്നേഹം എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇതിനുള്ള സ്നേഹം ഉള്ളതുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത് എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ അത് പലതും 5-ലെ കുജൻ കാണിച്ചു തരും. അത് പലർക്കും അത് പോസിറ്റീവായിട്ടാണ് കണ്ടിട്ടുള്ളത്. നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ. അങ്ങനെ ദേഷ്യമുണ്ടെന്ന് വിചാരിച്ച് മോശമായിട്ടുള്ള, ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി വളരെ ശുദ്ധനായിട്ടുള്ളൊരു ദേവതയാണ്. വളരെ കൃത്യമായിട്ടുള്ള സൈന്യാധിപൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ ഉത്തരവ് കൃത്യമായി ശിരസ്സാൽ ഏറ്റ് തൻ്റെ ഉത്തരവാദിത്തമായിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ, പട്ടാളക്കാർ, പോലീസുകാർ, ഇതെല്ലാം നല്ല പോലീസുകാർ, നല്ല അഗ്രസീവായിട്ടുള്ള ആൾക്കാർ, ഇതെല്ലാം ചൊവ്വയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 5-ൽ ചൊവ്വ വരുമ്പോൾ ഈ ഇതുപോലുള്ള സ്വഭാവമൊക്കെ കാണും. കുറച്ചൊരു ധർമ്മബോധവും ഒക്കെ ഉണ്ടാകും, പക്ഷേ ഒരു ദേഷ്യവും ഉണ്ടാകും. പോലീസുകാർ മഹാത്മാഗാന്ധിയെ പോലെ ഇരിക്കാൻ പറഞ്ഞാൽ നടക്കത്തില്ല. അവർ ഓരോ ജോലിക്കും അതിൻ്റേതായ രീതിയുണ്ട്. അപ്പോൾ 5-ാം ഭാവത്തിൽ കുജൻ നിൽക്കുമ്പോൾ ആ ഒരു അഗ്രസീവ് നേച്ചർ അവർക്കുണ്ടാകും. അത് അവരുടെ റൊമാൻസിലും അവരുടെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു കോമ്പറ്റിറ്റീവ് നേച്ചർ ഉണ്ടാകും. ഇവരുടെ ഡിസയർ, ഇവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ ഇവർ ജോലി ചെയ്യുന്ന മേഖലകളിൽ അല്ലെങ്കിൽ ഇവരുടെ ചില ഇഷ്ടമേഖലകളിലൊക്കെ ഇവർക്കൊരു കോമ്പറ്റിറ്റീവ് നേച്ചർ ഉണ്ടാവും. അത് നന്നായിട്ടിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ ഒരു വൈരാഗ്യ ബുദ്ധിയൊക്കെ വന്നാൽ ആക്രമിക്കാനൊക്കെ ഉള്ളൊരു സ്വഭാവം ഇവർക്ക് നെഗറ്റീവായിട്ടും കാണാം. ഇനിയും നെഗറ്റീവ് ട്രേറ്റ്സ് നോക്കാം. 5-ൽ കുജൻ നിൽക്കുന്നവർക്ക് വീണ്ടും വിചാരം കുറവായിരിക്കും എന്നുള്ളതാണ്. എന്താ നടക്കാൻ പോകുന്നത്, എന്താ ഇനി നടക്കാൻ സാധ്യതയുള്ളത് എന്നൊന്നും ആലോചിക്കാതെ എടുത്തു ചാടുക എന്നുള്ളത് ഒരു മോശം സ്വഭാവമാണ്. ഇവരുടെ നെഗറ്റീവ് ട്രേറ്റ്സിൽ പെടുന്നൊരു കാര്യമാണ്. അതായത് ആക്ട് ചെയ്യുന്നതിന് മുമ്പ് തിങ്ക് ചെയ്യണം എന്നാണ്. നമ്മൾ സമയം അറിഞ്ഞ് പേശണം, സഭയറിഞ്ഞ് പേശണം, പേശിയും പഴകണം പേശാതെയും പഴകണമൊക്കെ എന്നൊക്കെ തിരുവള്ളൂർ പറയുന്ന പോലെ നമ്മൾ ആക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് സ്ഥലവും സാഹചര്യങ്ങളും എല്ലാം കൃത്യമാണ്, പറയേണ്ടതാണോ പ്രതികരിക്കേണ്ടതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം പ്രതികരിക്കാൻ. ഇവർ ഇമ്പൾസീവ്നെസ്, പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് പെട്ടെന്ന് ചാടി ആലോചനയില്ലാതെ ശ്രദ്ധയില്ലാതെ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ ഇത് തിരിച്ചടിയായിട്ട് വരികയും ചെയ്യും. ഇത് ഒന്നാമത്തെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നിയതാണ്. രണ്ടാമത്തേത് കോൺഫ്ലിക്ട്സ് ഇൻ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്. മാഴ്സിനൊരു അസേർട്ടീവ് നേച്ചറുണ്ട്. ഈ അസേർട്ടീവ് നേച്ചർ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ക്ലാഷസ് ഉണ്ടാക്കും, പ്രശ്നങ്ങളുണ്ടാക്കും. അതുപോലെ ഈ ഡിസയറുകളായിരിക്കും കൂടുതലും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. പ്രണയത്തെക്കാട്ടിലും കൂടുതൽ ശാരീരികമായിട്ടുള്ള വിഷയങ്ങളും കൂടുതൽ നിൽക്കുന്നത്. അപ്പം ക്ലാഷസ് ഉണ്ടാകും,
ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കുകൾ വരാം. കുജന് ശുക്രബന്ധത്തോടുകൂടി ബന്ധം വന്നല്ലേ കുജൻ ശുക്രൻ്റെ നക്ഷത്രത്തിലോ ശുക്രൻ കുജൻ്റെ നക്ഷത്രത്തിലോ ഒക്കെ നിന്ന് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിനുള്ള സാധ്യതയോ പ്രണയവിവാഹ നിമിത്തം പ്രശ്നങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇവരുടെ ജാതകത്തിൽ വ്യാഴത്തിന് ബലമില്ലെങ്കിലാണ് മോശമായി പോകുന്നതില്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. കുജൻ്റെ വിഷയം പഠിക്കുമ്പം കുജൻ്റെ സ്വഭാവത്തിനെതിരെയുള്ള ഗ്രഹത്തിന് ബലമുണ്ടോ എന്ന് നോക്കണം. കുജൻ്റെ സ്വഭാവത്തിനെതിരെയുള്ള ഗ്രഹം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കുജൻ നീചനാവുന്നിടത്ത് ഏത് ഗ്രഹമാണ് ഉച്ചനാവുന്നത് നോക്കണം. ഒരു ഗ്രഹം നീചനാവുന്നിടത്ത് വേറെ ഏത് ഗ്രഹമാണോ ഉച്ചനാവുന്നത് ആ ഗ്രഹമാണ് ആ ഗ്രഹത്തിൻ്റെ സ്വഭാവത്തെ എതിർക്കുന്നത്. അപ്പം ഉദാഹരണത്തിന് ഇവിടെ കുജൻ നീചനാവുന്നിടത്ത് ബലവാനാവുന്ന ഗ്രഹം വ്യാഴമാണ്. അപ്പം വ്യാഴബലം കൂടിയാൽ 5-ൽ നിൽക്കുന്ന കുജൻ്റെ സ്വഭാവം തണുക്കും. കാരണം എന്താ? 5-ാം ഭാവത്തിൻ്റെ കാരകൻ വ്യാഴമാണ്. ഭാവത്തിനും തൽപ്പതിക്കും കാരകയ്ക്കും ഭാവത്തിൽ നിൽക്കുന്ന കുജനാണ്, പക്ഷേ എൻ്റെ കാരകൻ വ്യാഴമാണ്. വ്യാഴത്തിന് ബലം കൂടുമ്പം കുജനൊന്ന് തണുക്കും. മനസ്സിലാവുന്നു? അപ്പോൾ വ്യാഴബലം നോക്കിയിട്ട് വേണം ഫലത്തെ ഉറപ്പിക്കാൻ. അതുപോലെ തന്നെ റൊമാൻറ്റിക് ലൈഫിലുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ്, നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി അല്ലെങ്കിൽ റൊമാൻറ്റിക് ഗോളുകൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, പെട്ടെന്ന് മീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ഇംപേഷ്യൻ്റ് ആവും, പെട്ടെന്ന് ഫ്രസ്ട്രേഷൻ വരും. അത് നിങ്ങളെ ആങ്കറിലേക്കും ദേഷ്യത്തിലേക്കും വഴക്കിലേക്കും ടെൻഷനിലേക്കും ഒക്കെ ലീഡ് ചെയ്യുകയും ബ്രേക്കപ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇനി അടുത്തത് 5th ഹൗസ് കുജൻ എന്ന് പറയുന്നത് പുരുഷജാതകത്തിലാണെങ്കിൽ അതിശക്തമായിട്ടുള്ള നാർസിസ്റ്റിക് സ്വഭാവങ്ങളുണ്ടാകും. കുജൻ വെറുതെ നിന്നാൽ പോരാ, വ്യാഴബലമില്ലാതിരിക്കണം, രവിയുടെ ബലം കുജന് വരിക, ശനിയുടെ ബലം കുജന് വരികയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പാർട്ട്ണറിനധികം സ്വാതന്ത്ര്യം കൊടുക്കുന്നവരാവില്ല എന്നുള്ളതാണ്. ഇവരുടെ റൊമാൻറ്റിക് പാർട്ട്ണറിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നവരാവില്ല എന്നുള്ളതാണ്. 5th ഹൗസ് കുജൻ മോശമായി കഴിഞ്ഞ കുറേ ഈവിൾ സ്വഭാവങ്ങൾ ഉണ്ടാവും. കുജൻ ബലപ്പെടുകയും വ്യാഴം ബലപ്പെടുകയൊക്കെ ചെയ്താണ് 5-ൽ നിൽക്കുന്നത്, കുജമംഗള യോഗമൊക്കെയാണ് ഉണ്ടാവുന്നത് എങ്കിൽ റൊമാൻറ്റിക് ലൈഫ് വലിയ കുഴപ്പമില്ലായിരിക്കും. ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാവും, എന്നാലും ഭംഗിയായിട്ട് പോവാൻ, വേറെ വിവാഹങ്ങൾ വരും, കുട്ടികളുണ്ടാവും. സ്ത്രീ ജാതകത്തിൽ കുജൻ ബലമില്ലാതെ 5-ാം ഭാവത്തിൽ നിൽക്കുകയൊക്കെയാണെങ്കിൽ അബോർഷന്, മിസ്കാരേജ് അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാൻ വൈകൽ, സർജറികൾ, യൂട്രസിന് സർജറികൾ, ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, ഓവർ ടെൻഷൻ, ദേഷ്യം, അതുപോലെ തന്നെ ആംഗ്രി മൈൻഡ് സെറ്റ്, ഇതെല്ലാം വരും കേട്ടോ. അത് ശ്രദ്ധിക്കണം. ഈവിൾ മൈൻഡ് സെറ്റും ഒക്കെ ഉണ്ടാകുമ്പം 5-ാം ഭാവത്തിൽ കുജൻ നിൽക്കുമ്പം ആ പരിഹാരങ്ങൾ ചെയ്താൽ, സാധന ചെയ്താൽ ശാന്തമാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് നല്ല ബലം കിട്ടും ഉപാസന ചെയ്താൽ. ഉപാസന ചെയ്തില്ലെങ്കിൽ വളരെ മോശമായി പോവുകയും ചെയ്യും. അതെന്താണെന്ന് ചോദിച്ചാൽ ദലൈലാമയ്ക്ക് 5th ഹൗസിലാണ് കുജൻ നിൽക്കുന്നത്. അദ്ദേഹത്തിന് റൊമാൻറ്റിക്സ് ഏരിയയിലൊന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും അദ്ദേഹം സന്യാസിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ 5-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉപാസനാദി വിഷയങ്ങൾ, മെഡിറ്റേഷനും അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ഡീപ്പായിട്ട് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ രാജ്യം വിടേണ്ട സാഹചര്യം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുകയും സമാധാനത്തിനും അതേപോലെ തന്നെ നോൺ വയലൻസിന് വേണ്ടിയിട്ട് കുജൻ 5 നിൽക്കുന്ന ഒരാളാണെന്ന് നോക്കണം. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റിൽ വന്നാൽ കുജൻ 5 നിൽക്കുമ്പോൾ അതിൻ്റെ കാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ രീതിയിൽ നമ്മൾ ദേഷ്യവും ഈ പ്രശ്നങ്ങളെയും ഒക്കെ അദ്ദേഹം ഒരുപാട് വയലൻസുകൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നു. ഈ 5-ൽ കുജൻ നിൽക്കുന്നവർ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വരും. കാരണം പൂർവ്വജന്മത്തിൽ അങ്ങനെയൊക്കെയുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടാണല്ലോ അതേ സാഹചര്യത്തിൽ വരും എന്ന ഒരു സൂചനയാണല്ലോ കുജൻ 5th ഹൗസിൽ നിൽക്കുമ്പോൾ വരുന്നത്. അഗ്രസീവായിട്ടുള്ള അല്ലെ അങ്ങനെ ഇടപെടേണ്ട സാഹചര്യത്തിൽ വരും എന്നുള്ളതാണ്. 5-ൽ കുജൻ നിൽക്കുമ്പം അതിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള പക്ഷേ വ്യാഴത്തിൻ്റെ സൈഡിലേക്ക് ചിന്തിച്ചാൽ, കുജൻ്റെ മോശമായ അവസ്ഥയിൽ നിന്ന് വ്യാഴത്തിൻ്റെ സൈഡിലേക്ക് ചിന്തിക്കാൻ ശ്രമിച്ചാൽ സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് വരെ കിട്ടും എന്നുള്ളതിൻ്റെ തെളിവ് നോൺ വയലൻസിന് വേണ്ടി വാദിച്ച ആളാണ് ദലൈലാമ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 5th ഹൗസിൽ കുജൻ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. 5th ഹൗസിൽ കുജൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഷബാന ആസ്മി ആക്ടിവിസ്റ്റും അതുപോലെ തന്നെ ആക്ട്രസും ഒക്കെ ആയിരുന്നു. അങ്ങനെ പെലെ, ഫുട്ബോൾ ഇതിഹാസം, ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള പെലെ, ഒരുപാട്
ജീവിത സാഹചര്യം മോശ സാഹചര്യത്തിലാണ് വന്നത്. പെലെ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൻ്റെ ഒരു ആ സിനിമ ഇൻ്റർനെറ്റിലുണ്ട്, കണ്ടു നോക്കുക. അതായത് കാണണം, ഇംഗ്ലീഷ് മൂവിയാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഇന്ത്യനാണ്, എ റഹ്മാനാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ സിനിമയിൽ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം എത്ര ദയനീയമായിരുന്നു, എത്ര മോശമായിരുന്നു എന്നുള്ളത്. അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാശിയും അഗ്രസീവ്നെസ്സും അദ്ദേഹം ഉപയോഗിച്ചത് വേറൊരു സൈഡിലേക്കാണ്. സ്പോർട്സിന് അത്ലറ്റിക് ഒരു ഇതുണ്ട് ഈ ഫിഫ്ത്ത് ഹൗസ് കുജൻ, അതിലേക്ക് അങ്ങ് ഫോക്കസ്ഡ് ആയ ദേഷ്യവും ഇതുമെല്ലാം അതിലേക്ക് അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ആളാവുകയും ചെയ്തു. സാധാരണ രീതിയിലേക്ക്, നെഗറ്റീവായ രീതിയിലേക്ക് ഇത് ഡൗണായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബജീവിതം നഷ്ടപ്പെടും, റൊമാൻറ്റിക് ലൈഫ് നഷ്ടപ്പെടും, ഒറ്റപ്പെടും, മോശമാപ്പെടും. എപ്പോഴും ഒരു ഇതൊന്നും മറ്റുള്ളവരുടെ മുന്നിൽ നല്ല രീതിയിൽ പെരുമാറും എങ്കിലും വീട്ടിലുള്ളവർക്ക് ഭയങ്കര, ഇവരവിടെ ഉള്ളത് തന്നെ അവർക്കൊരു അസ്വസ്ഥമായിരിക്കും, മോശമായിട്ടുള്ള രീതിയായിരിക്കും. നാർസിസ്റ്റിക് ട്രെയ്റ്റ്സ് ധാരാളം ഉണ്ടാവും, മൊത്തത്തിൽ അസ്വസ്ഥം ആവുകയും ചെയ്യും. അപ്പം അങ്ങനെ ആവണ്ട, ഒരു ജീവിതമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടെററിസ്റ്റ് ആവണോ സൈന്യാധിപനാവണോ എന്ന് തീരുമാനിക്കുക. അപ്പം ഇന്ന് കുജനെപ്പറ്റി പറഞ്ഞപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷനുള്ള സമയത്താണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറ്റിയത് എന്നുള്ളത് ഓർക്കുമ്പോൾ കുജൻ്റെ സ്വഭാവം നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടെത്താനും അന്വേഷിക്കാനും നിരീക്ഷിക്കാനും വിട്ടു തന്നുകൊണ്ട് തൽക്കാലം 5-ാം ഭാവത്തിലെ കുജൻ്റെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ഗ്രഹം 5th ഹൗസിൽ നിൽക്കുന്നത് പഠിക്കാം. നമസ്കാരം.